ഹായ് ഗൈസ്, സച്ചിൻ ജാൻവി ക്രിയേഷൻസ്. ഞങ്ങളിന്നിപ്പോൾ ബാംഗ്ലൂരാണ്. അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഇപ്പോൾ ബാംഗ്ലൂർ റീച്ച് ചെയ്ത് ജസ്റ്റ് വന്ന് കയറിയുള്ളൂ. ടൈം ഏകദേശം 10:45 ആയിട്ടുണ്ട്. ഈഗിൾ ടൺ എന്ന് പറയുന്ന റിസോർട്ടിലാണ്. അതാണ് ഈ കാണുന്നത്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലായിട്ടാണ്, പക്ഷെ നല്ല അടിപൊളി വൈബ് ഏരിയ. നന്ദിനി, നമ്മുടെ ഗോമാതാവൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒറിജിനാലിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പോകുന്നുള്ളൂ. ഫുൾ ഫാമിലിയാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ അകത്തേക്ക് കയറുന്ന വ്യൂ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ ചന്ദന തടിയിൽ തീർത്താണ് ഈ സംഗതി. കണ്ടോ, ഒറ്റ മരത്തിൽ ചെയ്ത് തീർത്തൊരു സംഗതിയാണ്. ഭയങ്കര സംഭവമാണ് അല്ലേ? റൂമിലേക്കുള്ള യാത്രാമധ്യം ഞങ്ങൾ ആദ്യം കാണുന്നത് 2 ചെടികളാണ്. ഒരു ലോഞ്ചിലേക്ക് പോകാനുള്ള വഴിയും പിന്നെ ചിത്രരചനകളാൽ കോറി വെച്ചേക്കുന്ന മതിലുകളും. പ്ലന്റി പ്ലേസ് അല്ലേ? എക്സിക്യൂട്ടീവ് സൂട്ട്സും ഞങ്ങൾ കാണാൻ ഇടവന്നു. ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് മുങ്ങി കുളിക്കുവാനുള്ള ഒരു കുളം. ഇതിനെ സ്വിമ്മിംഗ് പൂൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് കയറി പോകാനുള്ള ഒരു യന്ത്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ബട്ടൺ മുകളിലേക്ക് നീക്കി. 2ാമത്തെ നിലയിലാണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള മുറി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രാമധ്യയാണ്. എന്തായാലും അവിടെ ചെന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് സ്വിമ്മിംഗ് പൂള് കാണാൻ സാധിക്കും. അവിടെ ഒരാൾ അർദ്ധനഗ്നനായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. Don't wanna wake up from her strawberry cream. My lips taste just like sugar compared to me. You look like an amateur. I wanna live right now. Baby, I'm as young as the night. I wanna dance right now. On the floor, I feel so alive. Don't stop, turn it up. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് കയറി. ഇതാണ് നമ്മുടെ റൂമിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് ഞങ്ങളിങ്ങനെ കയറുമ്പോൾ ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് സൈഡിൽ വാഷ്റൂമാണ്. വാഷ്റൂം നല്ല അടിപൊളി വാഷ്റൂമാണ്. All my time I'm waiting you to answer the phone. Nothing seems to happen but the last stage is gone. I hope somewhere your voice promises less and us more, but still my pillow's on the. പിന്നെ അതേ ചിന്ത. അപ്പോൾ വാഷ്റൂം കണ്ടു. റൂമിലേക്ക് കയറിയാൽ വിശാലമായ റൂമാണ്. അതിവിശാലമായ റൂം. ബാൽക്കണിയുണ്ട്. നേരത്തെ നമ്മൾ കണ്ട അതേ സ്വിമ്മിംഗ് പൂളിൻ്റെ
വ്യൂ ആണ് നമുക്ക് നമ്മുടെ റൂമിൻ്റെ ബാക്കിൽ നിന്ന് കിട്ടുന്നത്. അടിപൊളി വ്യൂ ആയിട്ട് ഇവിടെ. ഈഗിൾ ടെൻ്റ് കോമ്പൗണ്ടാണ്. വളരെ ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് ഓരോ കാര്യങ്ങൾ. ചിൽഡ്രൻസ് പാർക്കാണത്. Try to find things in a new set, but late at night I look for those I will never get. Symptoms of my sickness always fade and come back. I wonder how we could have met. Everyone is telling me it's late to complain, 'cause now the games are over, I'm just wrecking with pain. Cages, light up cages to subside, it's so vain to say. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് കയറി. ഇതിൻ്റെ പല സ്ഥലങ്ങളിലൂടെ ഞങ്ങൾക്ക് പോകുമ്പോൾ കാണാൻ സാധിച്ചത് വെള്ളക്കെട്ടുകളായിരുന്നു. അത് കൂടാണ്ട് അതികഠിനമായിട്ടുള്ള ട്രാഫിക്കും. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ വെള്ളക്കെട്ട് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ നാടിനെക്കുറിച്ചും എൻ്റെ നല്ലവരായ നാട്ടുകാരെക്കുറിച്ചും എനിക്ക് ഓർമ്മ വന്നത്. വേറൊന്നുമില്ല, നമ്മുടെ നാട്ടിലെ പല ആളുകളും ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ മാത്രമേ ഉള്ളൂ ഈ വെള്ളക്കെട്ടെന്ന്. പക്ഷെ കൊച്ചി മാത്രമല്ല, ബാംഗ്ലൂർ സിറ്റി ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ പല സ്ഥലങ്ങളിലും ഞങ്ങൾ വരുമ്പോൾ ഇപ്പോൾ റോഡിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുന്ന കാഴ്ച തന്നെ കാണാൻ സാധിച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ എന്തായാലും സിറ്റിയിൽ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങൾക്കാണ് ഇറങ്ങിയേക്കുന്നത്. അവിടെ എത്തിയാലേ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ബാംഗ്ലൂർ നൈറ്റ് അല്ലേ, നമ്മുടെ നാട്ടിൽ നൈറ്റൊക്കെ കാണാറുണ്ട്. ബാംഗ്ലൂരിലെ നൈറ്റ് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഫുഡ് ഹംസ ഹോട്ടലിൽ എത്തി. ഹംസ ഹോട്ടലിൽ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്നലെ രാവിലെ ഒരു 10 മണിക്ക് ശേഷമാണ് ഇവിടെ റൂം നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത്. അപ്പോൾ ഈ റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ തന്നെ. അപ്പോൾ ഈ റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ തവണ ഇതേപോലെ ഞങ്ങൾ താമസിച്ച അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടുമ്പോഴത്തേക്കും 1-2 കമൻറ്റ്സ് എനിക്ക് വന്നായിരുന്നു. എന്നെ വിളിച്ചു വയ്ക്കുകയാണ് ചെയ്തത്, റെൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ ഇത് എടുത്തു പറയേണ്ട കാര്യമാണിത്. ഈഗിൾ ടെൻ എന്ന് പറയുന്ന വലിയൊരു റിസോർട്ട് തന്നെയാണിത്. ഒരുപാട് ഏരിയ ഉണ്ട്, കാണാം. ഒരുപാട് ഏരിയ ഉള്ളൊരു റിസോർട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ റൂമിൻ്റെ റെൻറ്റ് വന്നത് പെർ ഡേ 9,000 പ്ലസ് ടാക്സ് ആണ് റെൻറ്റ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റോ ഒന്നും ഇവിടെ ഇല്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടുന്ന് പേയ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെ കഴിക്കണം. അത് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച് എന്താണെങ്കിലും. റൂമിൻ്റെ റെൻറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതാണ് പെർ ഡേ വരുന്ന റെൻറ്റും. അപ്പോൾ എന്തായാലും താമസവും കാര്യങ്ങളും എല്ലാം വളരെ ഹാപ്പിയാണ്. നല്ല രസം എന്ന് തന്നെ പറയാം. നല്ല വൈബാണ്, നല്ല തണുപ്പുമാണ്. അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പക്ഷേ ഇത് വലിയ ആൾക്കാരുടെ സ്വിമ്മിംഗ് പൂളാണ്, കുട്ടികളുടെ. പക്ഷെ മറ്റേതൊക്കെ ഇത്രയും വരും. അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് വീണ്ടും ഇന്ന് രാവിലത്തെ ഔട്ടിങ്ങിന് ഇറങ്ങാനുള്ള പ്ലാനിൽ നിൽക്കണതാണ്. പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാംഗ്ലൂർ സിറ്റി അല്ലേ, വീണ്ടും ബാംഗ്ലൂർ സിറ്റിയിലേക്ക്. ഇത് സിറ്റിയിൽ നിന്ന് കുറച്ച് അകത്താണ്, ബാംഗ്ലൂർ മൈസൂർ റൂട്ടിലാണ് നമ്മുടെ ഈ ഒരു റിസോർട്ട് ഇരിക്കുന്നത്. സോ ചെറിയൊരു ഇടവേള.
ഇതാണ് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ്. ഇവിടെ നല്ല സ്പേഷ്യസ് ആണ്. പറഞ്ഞ പോലെ തന്നെ സ്ക്രീനുണ്ട്, പ്രോഗ്രാംസ് നടത്താം. അതേപോലെ ഗോൾഫ് കളിക്കാൻ സ്ഥലമുണ്ട്. അതാണ് ഈ കാണുന്നത്, ഗോൾഫ് ഗ്രൗണ്ടാണ് അത് കാണുന്നത്. അത് പക്ഷേ ഇപ്പോൾ താൽക്കാലികമായിട്ടത് അടച്ചേക്കണതാണ്, എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ജിമ്മുണ്ട്, താഴെ കാണുന്ന ജിമ്മാണ്. പിന്നെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. ഇത് ജയാനഗർ എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്ന പേര്, ജയാനഗർ. ഇവിടെ ക്ലോത്ത്, ഡ്രസ്സുകൾ, ചെരുപ്പുകൾ കണ്ടോ, ചെരുപ്പുകളൊക്കെ തൂങ്ങിക്കിടക്കണം. നോക്കി, ഇതൊക്കെ നല്ല റേറ്റിന് നമുക്കിവിടുന്ന് വാങ്ങാൻ സാധിക്കും എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. പോയി ഓരോന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഡിയർ ഫ്രണ്ട്സ്, ബാംഗ്ലൂർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊരു ബെസ്റ്റ് ഹോട്ടൽ ഇത് തന്നെയാണ്, ഹോട്ടൽ എംപയർ. നല്ല അടിപൊളി ചിക്കനും കാര്യമൊക്കെയാണ് ഇവിടെ, നിങ്ങൾക്കത് കഴിക്കാം. പിന്നെ ഇവിടുത്തെ ഷവർമ നല്ലതാണ്, ഞാൻ ക്യാമറ ബാക്കിലേക്ക് ഇട്ട് കാണിച്ചു തരാം. നല്ല ഷവർമയാണ്. അതേപോലെ തന്നെ നല്ല സൂപ്പർ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഗ്രിൽ ചിക്കനാണ്. നല്ല മസാലയാണ്, അതിൻ്റെ നല്ല ടേസ്റ്റി മസാലയാണ്, നമുക്ക് കഴിക്കാം. എല്ലാവരും അകത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു, അതുകൊണ്ടിട്ടാണ് നല്ല ഫുഡ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിട്ട് ഞങ്ങൾ ഇന്ന് വീണ്ടും വന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മട്ടൻ്റെ ഒരു സ്പെഷ്യൽ മന്തിയുണ്ട്. ആ സാധനമാണ് ഇതിൻ്റെ അകത്ത് തൂങ്ങിക്കിടക്കുന്നത്. ഇതും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് തന്നെയാണ്. അപ്പോൾ ബാംഗ്ലൂർ വരുമ്പോൾ ഹോട്ടൽ എംപയർ, ഇത് സെൻട്രൽ സ്ട്രീറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ സെൻട്രൽ സ്ട്രീറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്കൊരു സിഗ്നലിൽ കയറുമ്പോൾ തന്നെ കാണാം, റൈറ്റ് സൈഡിലായിട്ട് ഹോട്ടൽ എംപയർ. നല്ല ഫുഡാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇവിടെ എല്ലാം നല്ല, നമ്മളൊരു സാധനം പോലും ഞങ്ങൾക്ക് ഇന്നലെ കഴിച്ചപ്പോൾ മോശം പറയാൻ പറ്റിയിട്ടില്ല. സോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഏകദേശം പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. കുറേ അധികം സാധനങ്ങൾ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. I'll be the last one left when the lights go out. I'm down to one. രാവിലെ തന്നെ ഒരു റൈഡ്. ഇതാണ് നമ്മുടെ മയിൽ വാഹനം, കണ്ടോ. അപ്പോൾ മൊത്തം ഹോട്ടലൊന്ന് കറങ്ങാനുള്ള പരിപാടിയാണ്. Fight the fear when I feel like dying. I'm trying to fly high, but I'm not a pilot, can't deny it. There's some days I feel idiotic, just a product of a system where you're lucky just to make a dollar. That ain't gonna stop it, cause my grind's contagious. I'll do what it takes to turn passion to paychecks. And if I go down, I'm a റിസോർട്ടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊന്നുമല്ല, ഒരു സൈഡ് കാണുന്നില്ല. just life, so cross my heart and hope to die. Baby, I was born to fight. That's right. Baby, I was born to fight. Let's go. Baby, I was born to fight. Time to be yourself down. So beautiful, so elegant. It's looking like a wow.
Looking like a wow. Forever now you're just a ghost. Ain't no way to sugarcoat it. Yeah, I feel alone. The single void I can do with me is get. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ ഏരിയ. ഞങ്ങളുടെ വണ്ടിയിൽ അവർ തന്നെ വണ്ടിയിൽ നമുക്ക് വരാം. വന്നു ഇവിടുത്തെ ഒരു നമ്മൾ റിസോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് കാണാമായിരുന്നു. കൊള്ളാം. ഇതിൻ്റെ പരിസരമൊക്കെ വളരെ ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ വന്നത് മുകളിലൊരു വഴിയിലൂടെയാണ്. പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നതാണ്. ഇവിടെ വളരെ ഭംഗിയായിട്ട് തന്നെ ഓരോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ പ്രതിമ തന്നെ എന്ത് രസകരമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഒരു കലാകാരൻ്റെ കഴിവല്ലേ. ഇവിടെ ചെറിയ നന്ദിയൊക്കെ ഉണ്ടാക്കി. I'm coming up, we'll have a ball. I'm sweet like a buttercup, you're a Barbie doll. Show them all what I'm made of, strut down the hall. Won't stop till. സാറേ ഇതെന്താ ഇതിൻ്റെ പേരെന്താ? സൂര്യ ഭഗവാൻ സ്റ്റാച്ചു. വേറെ എന്തെങ്കിലും പേര് എടുക്കാം? സൺ ടെമ്പിൾ. അത്രേ ഉള്ളൂ. ഐരാവതം അല്ലല്ലോ? ഇല്ല, ഐരാവതം. അപ്പോൾ സൂര്യഭഗവാന്റെ ടെമ്പിളാണ്. സൂര്യഭഗവാന്റെ ടെമ്പിളാണ്. സൂര്യദേവന്റെ ടെമ്പിളാണ്. സൺകോട്ട്. ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ഇന്നലെയൊക്കെ റോട്ടിൽ കണ്ടത് വെറുതെ അല്ല. നമ്മുടെ പ്ലാവ് ഇവിടെ ഉണ്ട്, ചക്കയുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുന്നതിന് വീണ്ടും നമ്മുടെ വാഹനം അവിടെ കിടക്കുന്നുണ്ട്. നല്ലൊരു ഏരിയ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ തവണയാണ് ട്രിപ്പ് വന്നിട്ട് ഇത്രയും കറങ്ങുന്നത്. സാധാരണ ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ റൂം അത്യാവശ്യം എവിടെയെങ്കിലും റിസോർട്ടൊന്നും കറങ്ങുന്നല്ലാണ്ട് പുറത്തൊന്നും പോകാറില്ല. പക്ഷേ ഈ തവണ ബാംഗ്ലൂർ വന്നതിന് ശേഷം ബാംഗ്ലൂർ മൊത്തം നമ്മളൊന്ന് കറങ്ങി തന്നെ പറയാം, പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അങ്ങനൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. മൊത്തം ഇത് ഒരു പിരമിഡാണിത്. ഇവിടുത്തെ ഒരു പാർക്കും പിരമിഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ പ്ലോട്ടായിട്ട് തിരിച്ചിട്ടേക്കണതാണ് ഓരോ ഏരിയകൾ. അത് പുറത്തുനിന്ന് ആൾക്കാർക്ക് ബൈ ചെയ്യാം. 18 ലക്ഷം രൂപയാണ് ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വില. ആലോചിക്കുക, ബാംഗ്ലൂർ സിറ്റിക്കകത്ത് അല്ല, അവിടെ നിന്ന് 1.5 മണിക്കൂറെങ്കിലും യാത്ര ചെയ്താലേ ഈ പറഞ്ഞ ഈഗിൾ ടൺ എന്ന് പറയുന്ന റിസോർട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. ആ റിസോർട്ടിൻ്റെ ഓൾമോസ്റ്റ് ഏരിയ തന്നെയാണ് ഇതും. ഇവിടെ താമസിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഗോൾഫ് ഇഷ്ടപ്പെടുന്നവർ അവർക്കത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്തൊരു ഗോൾഫ് കളിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ കൊടുത്തിട്ട് വേണം കളിക്കാനായിട്ട്. പിന്നെ സിറ്റിയിൽ നിന്ന് ശാന്തമായിട്ട് എവിടെയെങ്കിലും താമസിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. കാരണം തിരക്കില്ല, അല്ലെങ്കിൽ എന്താ പറയുക, പൊല്യൂഷൻസ് ഇല്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ കുറച്ചങ്ങ് ദൂരെ, അതെനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റും, ഒരുപാട് ദൂരെയാണ്. അത് ടൊയോട്ടയുടെ മാനുഫാക്ചറിങ് കമ്പനി ഉള്ളത് ഇവിടെയാണ്. ഇതൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 18 ലക്ഷം രൂപ ഒരു സെൻറ്റിന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ബ്രോക്കർ ഫീ എനിക്ക് തന്നെ തരണം. നല്ല അടിപൊളി സംഗതി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാമൺ കോയിറ്റായിട്ട്
ഒരു ശല്യമില്ല, ഒന്നുമില്ല. ബട്ടർഫ്ലൈസ് അറിയില്ല. ബട്ടർഫ്ലൈസ് ഒരുപാടുണ്ട്. കാരണം നമുക്ക് ബാംഗ്ലൂർ സിറ്റി ആണോ ഇതെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവില്ലേ. അപ്പം ഇതാണ് ഈ ഒരു പിരമിഡും. കണ്ടാ, ഇതൊരു പാർക്കാണ്. അവിടെ ഒരു പിരമിഡ് ഉണ്ട്. പാർക്കൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി ഒരു 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ തന്നെ മൊത്തം മാറിപ്പോയിരിക്കും. ഇപ്പം തന്നെ 18 ലക്ഷം രൂപ. ഇവിടെ ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കണ്ടായിരുന്നു അവരെ കാറൊക്കെ കിടക്കുന്നത് ചില വില്ലകളുടെ പുറത്ത്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഫില്ലായി കഴിഞ്ഞാൽ ചിലവ് 18 എന്ന് പറയുന്നത് 50 ആവാം. കാലത്തിൻ്റെ പോക്ക് അങ്ങനെയല്ലേ. ഫണ്ടേഴ്സ് മെമ്മോറിയൽ പാർക്ക്, അശോക് കുമാർ മെമ്മോറിയൽ പാർക്ക്. കണ്ടോ, ഇതൊക്കെ ഓൾറെഡി താമസമുള്ള വില്ലകളാണ്. വളരെ കുറച്ച് വില്ലകൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നേക്കുന്നത്, എടുത്തേക്കുന്നത് അല്ലേ. പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളുണ്ട്, പണി കഴിഞ്ഞ വീടുകളുണ്ട്. നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നു. You melt the ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke. ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡാണിത്. അപ്പുറത്തെ പാർക്ക് ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. ഇവിടെ ഒരു ചെറിയൊരു പൗണ്ടരും അങ്ങനെ എന്തൊക്കെയോ അവിടെ ഉണ്ട്. ഇവിടെ ഒരു പൗണ്ടുണ്ട്. കണ്ടമാനം ഫിഷ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ നമ്മുടെ സ്വന്തം നാടായ കേരളത്തിലേക്ക് യാത്ര തിരിക്കാൻ പോകുന്നു. ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ KSR റെയിൽവേ സ്റ്റേഷൻ. ആ സ്റ്റേഷൻ്റെ മുകളിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരാവേ.